ഇന്ന് കുറച്ച് ആയുധം വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആയിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനോട് നേരിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ സമയത്താണ് അവരൊക്കെ ചോദിക്കുന്നത് എന്താ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് വരുന്നത്, റീസെല്ലിംഗ് ആണോ, വീട്ടിലിരുന്നാണോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, കാരണം നമ്മൾ എൻ്റെ വീഡിയോസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിൻ്റെ ഒരു രീതിയോ കാര്യങ്ങളോ ഒന്നും പലർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ഒരു വർക്കിൻ്റെ രീതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ആദ്യം വരുന്നത് മെറ്റീരിയലാണ്. നമ്മൾ ബൾക്കായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് ആണ് നമ്മുടെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ പുതിയ പാഴ്സലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വീഡിയോ ഒന്നും പ്ലാനിലുണ്ടായിരുന്നതല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്കൊരു ക്ലാരിറ്റി വരുത്തി കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഒരു പാഴ്സൽ കട്ടിങ്ങിൻ്റെ വീഡിയോ തന്നെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഒരുമിച്ച് ഒരു പാഴ്സൽ കട്ട് ചെയ്താലോ? എനിക്കും അറിയില്ല എന്താ അതിനുള്ളിലുള്ളതെന്നുള്ളത്. അപ്പോൾ വത്തിക്കാൻ റയോൺ കോഡ് സെറ്റുകൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കണം ഇന്നത്തവണത്തെ ഈ ഒരു ബണ്ടിലിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. നമുക്ക് ഒരുമിച്ച് നോക്കാം എന്താണെന്ന്. ഓക്കെ. നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ടിൻ്റെ ക്ലാരിറ്റിയെക്കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. എന്നാലും നമുക്കൊരു പാഴ്സൽ പൊട്ടിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത്ര ഡിലേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മുടെ വർക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ധാരണ, ഒരു ബിഹൈൻഡ് ദ സീൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാവുമായിരിക്കണം എന്തുകൊണ്ടാണ് നമുക്ക് ഡിലേ വരുന്നതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കിന്നൊരു പാഴ്സൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമ്മൾ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമുക്കൊരു പ്ലാനിങ്ങിലുള്ളതല്ലായിരുന്നത് കൊണ്ട് അതൊന്നും എടുത്തില്ല. അപ്പോൾ നമുക്കൊരു ഫ്രഷ് പാക്ക് തന്നെ ആദ്യം പൊട്ടിക്കാം അല്ലേ. സാധാരണ സ്റ്റാഫ് തന്നെയാണ് ഇത് പൊട്ടിച്ചെടുക്കാറുള്ളത്, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിക്കാം. അങ്ങനെയാണ് ഈ ഒരു സാഹസത്തിന് മുതിരുന്നത്. ഞാനൊന്നും പിടിച്ചിട്ട് ഇത് അനങ്ങുന്നില്ല. ആരെങ്കിലുമൊക്കെ കൂട്ടാന്ന് വെച്ചാൽ എല്ലാവരും നല്ല തിരക്ക് പണിയിലാണ്. അപ്പോൾ തന്നെ പൊട്ടിക്കാന്ന് വെച്ചു. നമ്മുടെ വീഡിയോയ്ക്കൊന്നും അതിനുള്ള സാവകാശത്തിനൊന്നും നിൽക്കാനൊന്നും ഇവിടെ ആർക്കും നേരമില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. നല്ല സ്റ്റോക്ക്. വത്തിക്കാൻ സിൽക്ക് തന്നെയാണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. പക്ഷെ നല്ല ഒരുപാട് കളേഴ്സ് ഇത്തവണ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അധികം നമ്മൾ അങ്ങനെ ചെയ്യാത്ത കളേഴ്സ്. എനിക്ക് സൗണ്ട് ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല, പുറത്ത് നല്ല മഴയാണ്. ഓക്കെ. നല്ല ഡാർക്കും ലൈറ്റും ഒക്കെ കളർ ചാർട്ടിൽ വരുന്ന പ്രിൻറ്റുകളാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ആൾക്കാർ പ്ലെയിൻ ബോട്ടം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ കൂടുതലായിട്ട് പ്ലെയിൻ ബോട്ടം വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിറ്റാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഫാമിലിയിലുണ്ട് കേട്ടോ. അപ്പോൾ അവർ കൂടുതലായിട്ട് പറയുന്നത് ഒരുപാട് വലിയ പ്രിൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഇടിവെട്ട് കളറൊന്നും ഞങ്ങൾക്ക് ചേരില്ല മോളെ എന്നൊക്കെ പറഞ്ഞൊക്കെ മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉറപ്പായിട്ടും ചേരുന്നൊരു പ്രിൻ്റാണ് കേട്ടോ ഒക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇതാ നല്ലൊരു കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ നമുക്കിനി വരാൻ പോകുന്ന കോഡ് സെറ്റുകളാണ്. ഇത്തവണ നമ്മൾ കൂടുതലായിട്ട് സൈഡ് സ്ലിറ്റോടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഏലയും വേണോ സൈഡ് സ്ലിറ്റ് വേണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്കത് തന്നെ ചെയ്യാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പ്ലെയിൻ ബോട്ടമാണ് വരുന്നത്.
കണ്ടോ ഈ കോമ്പിനേഷനിലായിരിക്കും ബോട്ടം വരിക. ഇതിൻ്റെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. 100 മീറ്റർ ബണ്ടില്ല. 100-ന് മുകളിൽ 150 മീറ്ററോളം തുണി വരുന്നുണ്ട്. ഇതൊന്നും എന്നെ കൊണ്ട് എടുത്ത് പൊക്കാനുള്ള ശേഷിയില്ല. എന്നാലും സൂപ്പർ കളക്ഷൻസാണ്. ഇനി ഒരുപാട് ബണ്ടിലുകൾ ഇതേപോലെ പൊട്ടിക്കാനുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് കേട്ടോ. ഇനി അടുത്തത് കട്ടിങ്ങിൻ്റെ സ്റ്റേജിലേക്കാണ്. അങ്ങനെ ഒത്തിരി പരിപാടികൾ നമുക്കുണ്ടെന്നേ. അതാണ് ഈ ഒരു അയക്കാനുള്ളൊരു ഡിലേ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെൽ ബട്ടനൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണ്ടേ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണേ. അടിപൊളി കളക്ഷൻസാണ് വരുന്നത്. നല്ല പ്രൈസ് റേഞ്ചിൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളോട് കൂടിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ ആൻഡ് ബൈ.